Class 10 Maths Chapter 3 A pair of linear equation in two variables. ഇതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇതിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതായത് എന്താണ് ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. അതിന്റെ ഹയസ്റ്റ് ഡിഗ്രി എപ്പോഴും 1 ആവും. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ 3x plus 2 is equal to 0. ഇതൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. ഇത് എന്തുകൊണ്ട് ഇതിന് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ്, ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ദ എക്സ്പ്രഷൻ വിച്ച് ഇസ് ബിൽഡ് അപ്പ് ഓഫ് ഇന്റിജേഴ്സ്, കോൺസ്റ്റന്റ്, വേരിയബിൾസ് ആൻഡ് ഓൾജിബ്രിക് ഓപ്പറേഷൻസ്. ഇത് ഒരു ഇന്റിജേഴ്സ് എന്ന് പറയുമ്പോൾ ബോത്ത് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് നമ്പേഴ്സിനെയാണ് ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. ഇന്റിജേഴ്സ് ഉണ്ടാകാം, പിന്നെ ഒരു കോൺസ്റ്റന്റ് ഉണ്ടാകാം. കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ എന്താ, അതിന്റെ കൂടെ ഒരു വേരിയബിൾസും ഇല്ലാണ്ട് ഒരു ഹോൾ നമ്പർ ആയിട്ട് വരുന്നതിനെയാണ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്റിജേഴ്സ് ഉണ്ടാകാം, കോൺസ്റ്റന്റ് ഉണ്ടാകാം, വേരിയബിൾ എന്ന് വെച്ചാൽ ഇവിടെ വേരിയബിൾ ഏതാ, എക്സ് വൈ എന്ന് വെച്ചാൽ ഇതിന്റെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ വാക്കിൽ തന്നെയുണ്ട് മാറി വേരിയബിൾ വേരിയിങ് ചെയ്യുന്ന മാറി വരുന്ന ഇതിനെയാണ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എക്സ്പ്രഷൻ, ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ വിച്ച് ഇസ് ബിൽഡ് അപ്പ് ഓഫ് ഇന്റിജേഴ്സ്, കോൺസ്റ്റന്റ്, വേരിയബിൾസ് ആൻഡ് ഓൾജിബ്രിക് ഓപ്പറേഷൻസ്. ഓൾജിബ്രിക് ഓപ്പറേഷൻസ് എന്ന് വെച്ചാൽ ഏതാണ്, പ്ലസ് മൈനസ് ഇതിനെയൊക്കെയാണ്. ഇതിലേതാ ഇവിടെ പ്ലസ് ആണ്. ഇതാണ് ഒരു ഓൾജിബ്രിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഹൂസ് ഹയസ്റ്റ് ഡിഗ്രി 1. ഇവിടെ നോക്കിക്കേ, വേരിയബിളിന്റെ അതായത് എക്സിന്റെ ഹയസ്റ്റ് ഡിഗ്രി എന്താണ്, ഇവിടെ 1 ആണ്. ഇങ്ങനെ വരുന്ന ഒരു ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് എന്നാണ്. 2 വേരിയബിൾസ് എന്ന് വെച്ചാൽ എന്താണ്, 2 വേരിയബിൾസ് വരുന്നത്. അതായത് ഇപ്പോൾ 3x plus 2 is equal to 0. ഇത് 1 വേരിയബിളിന്റെ 1 വേരിയബിൾ. എന്തുകൊണ്ടാണ്, ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിൾ മാത്രമേ ഈ ഇക്വേഷനിൽ ഉള്ളൂ. ഓക്കെ, സോ ഇൻ 2 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എന്ത് പറയാം, 3x plus 2y minus 1 is equal to 0. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ലീനിയർ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇതിന്റെ ഹയസ്റ്റ് ഡിഗ്രി 1 ആണ്. സോ അതൊരു ലീനിയർ ഇക്വേഷൻ ആണ്, ലീനിയർ ആണ്. ഓക്കെ, ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഈക്വൽ സൈനും ഒരു ലെഫ്റ്റ് LHSഉം വന്നു. ഓക്കെ, ഇത് RHS. LHS എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈനിന്റെ ലെഫ്റ്റിൽ കിടക്കുന്നതിന് LHS എന്ന് പറഞ്ഞത്, RHS എന്ന് പറഞ്ഞാൽ ഈക്വൽ സൈനിന്റെ റൈറ്റിൽ കിടക്കുന്നതിനെയാണ് RHS എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ LHSഉം RHSഉം വന്നു കഴിഞ്ഞാൽ അതൊരു ഇക്വേഷൻ ആണ്. അപ്പൊ ലീനിയർ ആണിത്, ഇക്വേഷൻ ആണ് ഇൻ 2 വേരിയബിൾസ്. 2 വേരിയബിൾസ് എന്ന് പറയുമ്പോൾ എക്സും വൈയും, അങ്ങനെ 2 വേരിയബിൾസ് വന്ന കാരണം, എക്സ് ആൻഡ് വൈ വേരിയബിൾ വന്ന കാരണം ഇതൊരു 2 വേരിയബിൾസ് ആണ്. ഓക്കെ, സോ 3x plus 2y minus 1 is equal to 0 എന്ന് പറയുന്നത് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. അതിന്റെ ഒരു ജനറൽ ഫോം ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ജനറൽ ഫോം, ഈ പെയർ ഓഫ് ലീനിയർ ഇക്വേഷന്റെ ഒരു ജനറൽ ഫോം ഉണ്ട്. അതായത് a1x plus b1y plus c1 is equal to 0. a2x plus b2y plus c2 is equal to 0. ഇത് പെയർ ഓഫ് ലീനിയർ, അതായത് പെയർ എന്ന് പറഞ്ഞാൽ 2 എണ്ണം, ഒരു പെയർ എന്ന് വെച്ചാൽ 2 ഇക്വേഷൻ. പെയർ ഓഫ് ലീനിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഹയസ്റ്റ് ഡിഗ്രി 2ന്റെയും 1 ആണ്. ഇക്വേഷൻ LHSഉം RHSഉം ആണ്. അപ്പൊ ഇതാണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷന്റെ ജനറൽ ഫോം. ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് a1 a2 b1 b2 അതേപോലെ c1 c2. ഇത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു റിയൽ നമ്പർ ആണ്, റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, a1 a2 a1 a2 a1ഉം a2 എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യൻസിനെയാണ് a1ഉം a2 എന്ന് പറയുന്നത്. b1 b2 എന്ന് പറഞ്ഞാൽ വൈയുടെ കോഎഫിഷ്യൻസിനെയാണ് b1 b2 എന്ന് പറഞ്ഞാൽ c1 c2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻസിന്. ഈ ഇത്രയും ടേംസ് എപ്പോഴും ഒരേ റിയൽ നമ്പർ ആയിരിക്കും. നേരത്തെ ബാക്കി എക്സും വൈയും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അത് വേരിയബിൾസ് ആയിരിക്കും. നമ്മൾ പഠിക്കാൻ പോകുന്നത് സോൾവിംഗ് ഓഫ് എ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ.
ഒരു രണ്ട് പെയർ, അതായത് രണ്ട് ഇക്വേഷൻ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അതിന് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ മെത്തേഡും സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ആൾജിബ്രിക് മെത്തേഡ്. എന്താണ് ഗ്രാഫിക്കൽ മെത്തേഡ്? ഫസ്റ്റ് വൺ ആയത് ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഗ്രാഫ് വരച്ചിട്ട് അത് സോൾവ് ചെയ്യുന്നതിനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. പേര് പറയുന്ന പോലെ തന്നെ ഗ്രാഫ് വരച്ചിട്ട് സോൾവ് ചെയ്യുന്നതിനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലീനിയർ ഇക്വേഷന് സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ദാറ്റ് ഈസ് a1x plus b1y plus c1 is equal to 0. അതേപോലെ a2x plus b2y plus c2 is equal to 0. ഓക്കെ, ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് കണ്ടുപിടിക്കാം. അതായത് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രാഫ് ഈ ഒരു ഇന്റർസെക്റ്റിംഗ് ഇങ്ങനെ വരികയാണെങ്കിൽ, അതായത് രണ്ട് ഗ്രാഫ് തമ്മിൽ ഒരു പോയിന്റിൽ മാത്രം കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രാഫ്, ഇനി ഈ രണ്ട് ഇക്വേഷന്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഗ്രാഫ് ഏത് രീതിയിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതായത് എക്സിന്റെ കോഎഫിഷ്യന്റും വൈയുടെ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷന്റെയും എക്സിന്റെ കോഎഫിഷ്യന്റും വൈയുടെ കോഎഫിഷ്യന്റും വെച്ച് ഗ്രാഫ് ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാം. അതായത് a1/a2, അത് എക്സിന്റെ ഫസ്റ്റ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് ബൈ സെക്കൻഡ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ്, അതാണ് a1/a2. ഇവൻ നോട്ട് ഈക്വൽ ടു b1/b2. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണ്. അതായത് a1 എക്സിന്റെ കോഎഫിഷ്യന്റ് ഫസ്റ്റ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് ബൈ സെക്കൻഡ് ഇക്വേഷന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ്, അത് ഈക്വൽ അല്ലാണ്ട് എന്തുമായിട്ട് b1/b2 വൈയുടെ രണ്ടിന്റെയും കോഎഫിഷ്യന്റുമായിട്ട് ഈക്വൽ അല്ലാണ്ട് വരുമ്പോൾ ഗ്രാഫ് എപ്പോഴും ഈ ഇന്റർസെക്റ്റിംഗ് രീതിയിലായിരിക്കും കാണുന്നത്. അതായത് ഒരു പോയിന്റിൽ മാത്രം ഗ്രാഫ് ഇന്റർസെക്ട് ചെയ്യും. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് തന്നെ അറിയാൻ പറ്റും അത് ഒരു യുണീക് സൊല്യൂഷൻ ആണ്. യുണീക് സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്യുന്ന. സോ ഇതിന് ഇറ്റ് ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ. ഒരു പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്യുന്ന കാരണം ഇറ്റ് ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ. ഓക്കെ, ഇത് ഈ ഒരു ഇക്വേഷൻ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. അതായത് a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 എന്ന് പറയുമ്പം എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ ഗ്രാഫ് കാണുന്ന പോലെ തന്നെ എങ്ങനെയായിരിക്കും? ഇന്റർസെക്റ്റിംഗ് ഗ്രാഫായിരിക്കും. ഇന്റർസെക്റ്റിംഗ് ഗ്രാഫായിരിക്കും. അപ്പോൾ യുണീക്ക് ആയിരിക്കും, ഗ്രാഫ് ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും, അതുപോലെ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷനും പറയാൻ പോകുന്നത്, അതായത് a1/a2 is equal to b1/b2 is not equal to c1/c2. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. അതായത് ഇതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിരിക്കും. പാരലൽ എന്ന് പറഞ്ഞാൽ രണ്ട് ഇക്വേഷനുകളുടെ ഗ്രാഫ് നമ്മൾ വരച്ച് കഴിയുമ്പോൾ ഒന്നിലും ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന സംഭവമേ ഉണ്ടാകുന്നില്ല. ഇത് പാരലൽ ആയിട്ട് അങ്ങനെ പോകും. സോ ഇതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പാരലൽ ആയിരിക്കും. ഇതിന് പാരലൽ ആയതുകൊണ്ട് ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല. കൂട്ടിമുട്ടി കഴിഞ്ഞാലേ അവിടെ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. സോ ഇതിന് ഈ ഒരു ഗ്രാഫിന് നോ സൊല്യൂഷൻ, ഇതിനൊരു സൊല്യൂഷൻ പോലും ഉണ്ടാവില്ല. മൂന്നാമത്തത്, ഇത് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ഇൻകൺസിസ്റ്റന്റ് ഇക്വേഷനാണ്. ഓക്കെ, a1/a2 is equal to b1/b2 is not equal to c1/c2 എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ വരുമ്പോൾ ഗ്രാഫ് പാരലൽ ആയിരിക്കും, നോ സൊല്യൂഷൻ ആണ്, ആൻഡ് ഇൻകൺസിസ്റ്റന്റ്. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് വൺ, അതായത് a1/a2 is equal to b1/b2 is equal to c1/c2. അതായത് ഇതിന്റെ മൂന്നിന്റെയും എക്സിന്റെ കോഎഫിഷ്യന്റ് രണ്ട് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ, വൈയുടെ രണ്ട് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ, കോൺസ്റ്റന്റ് രണ്ട് ഇക്വേഷന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആയി വരുന്ന, അതായത് 1/2 ഇതിനും 1/2 വരണം, അല്ലെങ്കിൽ ഇതിനും 1/2 വരണം, അല്ലെങ്കിൽ ഇതിനും 1/2 ആണെങ്കിൽ ഇതിന് ബാക്കി രണ്ടിനും
സെയിം ഇതേപോലെയുള്ള നമ്പേഴ്സ് വരുന്നത് തന്നെയാണ് a1/a2 is equal to b1/b2 is equal to c1/c2. ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതായത് ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്ന ഒന്നിന് മേളിൽ ഒന്നായിട്ട് കോഇൻസിഡൻറ്റ്, അതായത് ഒന്നിന് മേളിൽ ഒന്നായിട്ടുള്ള ഗ്രാഫായിരിക്കും. ഇതേപോലെയുള്ള ഒന്നിന് മേളിൽ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഗ്രാഫ് വരെ ചെയ്യുമ്പോൾ ആ രണ്ട് ഇക്വേഷൻ ഒന്നിന് മേളിൽ ഒന്നായിട്ടായിരിക്കും അതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? കോഇൻസിഡൻറ്റ് ഗ്രാഫ് ആയിരിക്കും. കോഇൻസിഡൻറ്റ് ഗ്രാഫ്. അതേപോലെ ഇതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് ഒന്നിന് മേളിൽ ഒന്നായതുകൊണ്ട് ഇത് അടുത്തടുത്ത് ഫുള്ളായിട്ട് ഒന്നിന് മേളിൽ ഒന്നായതുകൊണ്ട് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആയിരിക്കും. ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഓക്കെ, ഈ ഗ്രാഫ് കൺസിസ്റ്റൻ്റ് ആണ്. ഈ ഇക്വേഷൻ കൺസിസ്റ്റൻ്റ് ഇക്വേഷൻ ആണ്.